5 million ഫുൾ കൺഫ്യൂഷൻ എല്ലാം കൂടെ ആയതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതുപോലെ അടുത്തൊരു പുതിയ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര സീനായിട്ട് കിടക്കാണ്. അതുകൊണ്ട് നമുക്ക് ട്രഷർ ഹണ്ടിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഡൊണേറ്റ് ചെയ്യാണ്. ഇപ്പോഴാണ് ഈ ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ് ആയത് ഫുള്ളായി. ഇപ്പൊ അടുത്ത കമന്റ് വരും ജോഷി ചേട്ടന്റെ ഫ്രണ്ടിന്റെ കൊട്ടാത്ത മോശമായി സോളോയാണോ ടീമാണോ? സോളോ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് വണ്ടി ഓട്ടിക്കാറുണ്ട്. ഞാൻ അപ്പൊ ഓടാനാ. കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മാനം ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ വണ്ടിപ്പിച്ച സമ്മാനം. അതുകൊണ്ട് ഇപ്രാവശ്യം ശരിക്കുള്ള സമ്മാനം ഉണ്ട്. ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നവർക്ക് ഫ്രീ ഫ്ലൈറ്റ് ടിക്കറ്റ് 1 ലക്ഷം രൂപ. 1 രൂപ തൊട്ട് 1 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ട്രഷർ ജയിക്കാവുമ്പോ കൈ ഓടിക്കും അവിടെ. ആർക്ക് വേണേലും കിട്ടാം. ഓക്കെ, 3, 2, 1 സ്റ്റാർട്ട്. വണ്ടിയുടെ നമ്പർ വേറെ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഞങ്ങളിപ്പോ എങ്ങനെ പോവാൻ വേണ്ടി വണ്ടി നമ്പർ താഴെ പോവാ. ആരെ വണ്ടി? ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കും ഈ നമ്പർ കണ്ടില്ല. ഇത് ഈ BP എന്നൊന്നും ബെർണാഡ് പനിയടി വേണം. കാർ താണ്ടി കിടക്കണം. 63 പപ്പന്റെ ജനിച്ച ദിവസം. പെട്ടെന്ന് പറ, ഇല്ലേ അടിയാവൂ. ഇവിടെ ഹാർട്ട് അറ്റാക്ക് വരും. ഒരിക്കലേ മോന്റെ അടുത്ത് അഭിനയം നടക്കല്ലേ, ഗിഫ്റ്റ് 1 ലക്ഷം രൂപ. 1 ലക്ഷം വണ്ടി നമ്പർ ഇവര് അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ അച്ഛന്റെ കാർ ഇത്, അച്ഛന്റെ മോൻ താണ്ട് വരുന്നത്. ശരി ഇത് അങ്ങോട്ട് വരുന്നു. സമയം എടുക്കും, നമുക്ക് ഓടാം. ഞങ്ങളുടെ അച്ഛനെടുത്ത് പോവാം. BP എന്ന് പറയുമ്പോ ബെനഡിക്ട് പനിയായിട്ട് 1963 അച്ഛൻ ജനിച്ചത്. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഒത്തിരിക്കുന്നു. ഏതാ ഡോക്ടർ? ജേക്കബ് ആന്റണി. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയുടെ അവിടെ നോക്കുമ്പോ ബെനഡിക്ട് പനിയായിട്ട് ഇതെനിക്ക് അറിഞ്ഞൂടാ. എന്തിനടിക്കണം? അനങ്ങാതെ ഇരിക്കണ കേട്ട് നിന്ന് കഥാപ്രസംഗം ഷൂട്ട്. അതെ, ഇത് ഞങ്ങളുടെ അങ്ങളാണ്. ബീച്ച് റോഡാണ് സ്പോട്ട്. നമുക്കൊരു ഡ്രൈവർ വേണം, ഒരു വണ്ടി വേണം.
എന്തായാലും ഇത് കണ്ടുപിടിച്ച എന്തെങ്കിലും വാങ്ങിച്ചു തരാം. വണ്ടി കയറി ഇല്ല കുറേ നേരം ഭീമിന്റെ കീ അവിടെ ഇരിക്കുന്നു. BM എങ്ങനെ വയ്ക്കും അവന്മാര്? BM വെച്ചാൽ ആര് ക്ലൂ തരും? കാർമൽ സ്പോർട്സ് കപ്പാ. ടർഫാ? ടർഫാ? ആകെ ഇതായിട്ട് ടർഫിലോ? ടർഫാ? ടർഫിൽ പോയതാ. G310. അതാണ് വണ്ടി. അപ്പൊ 2022 എന്ന് തോന്നുന്നു. 2022 എനിക്ക് ഗിഫ്റ്റ് തന്നത് 2022 അന്നാണ് അച്ഛൻ ഗിഫ്റ്റ് തന്നത്. ആ കിട്ടി. 2022 അച്ഛൻ ഗിഫ്റ്റ് അവിടെ കിട്ടി. ദേശീയ കുപ്പ. Come on brother, let's go baby. Oh yeah. ഓടുന്ന ഓട്ടത്തിൽ ഈ കൈ വേനൊക്കെ മറന്നു. ഞാൻ വണ്ടി എടുക്കാൻ ചെറിയ പേനുണ്ട് എനിക്ക് പറ്റിയ. പൂവാർ ബീച്ചിനാണ് നമുക്ക് പോകേണ്ടത്. പൂവാർ ബീച്ചിന്റെ അടുത്ത്. തോറ്റ ഭയങ്കര പണിയായിരുന്നു. പക്ഷെ തോറ്റല്ല, നമ്മൾ ജയിച്ചാലാണ് മാസ്. നമുക്ക് ഫണ്ണല്ല വേണ്ടത്. ഞങ്ങൾ അങ്ങനെ ടർഫിലെത്തി. ഇതാണ് ലൈറ്റ്. ഇത് ഒരു ലൈറ്റ് അല്ല ഉള്ളത്. 1 2 3 4 5 6 രണ്ടെണ്ണത്തിനകത്ത് ഞാൻ 3 ഉണ്ടാ നോക്കാം. അതാണ്ട് ജിബിന്റെ ബൈക്ക് ഇരിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഉണ്ട്. അവൻ്റെ അടുത്തുണ്ടാവും. ഈ പരിസരത്ത് തന്നെ ഈ പരിസരത്ത് തന്നെ നമ്മൾ സ്ഥലം വന്നു. ഇതാണ് സ്പോട്ട്. ഇവിടെ ഒന്നുമില്ല. ഇവന്മാര് മുകളിലെല്ലാം കൊണ്ടുവച്ചു. ഇവിടെ ഒന്നുമില്ല. നമുക്ക് അപ്പുറത്തെ തപ്പം. ഇവിടെ ഭയങ്കര ആള്. തപ്പാ ഒരു മടി. പക്ഷെ 1 ലക്ഷം മുഖ്യം. അതുകൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നില്ല. എന്ത് സാധനം ഉണ്ടാ? പേപ്പർ ഉണ്ടാ? ക്ലൂ ആണോ വേറെ വല്ലതാണ്? ഇവിടെ നമ്മൾ എപ്പോഴും ബാറ്റിന്റെ കളിക്കാൻ പറ്റുന്നത്. ഫുഡും ഡ്രിങ്കും ഫിനിഷ് ചെയ്താൽ തന്നെ ഞാൻ കൂടുതൽ തിന്നാനേ പറ്റില്ല. അതിന് ഞാൻ പച്ച കഴിക്കണോണ്ട് തിന്നാൻ പറ്റാത്ത മുക്കി കഴിച്ചു. കണ്ണെന്ന് വെറുതെ ഐസ്ക്രീം തിന്നാനുള്ള സമയമില്ല. തിന്നിട്ട് പോവാം. എല്ലാ കുട്ടികളെ ഈ ബൾബ് കൂടെ എത്തി. ഈ ബൾബ് കൊണ്ട് അപ്പുറത്തെ ബൾബ് കൊണ്ട് കത്ത് നിറയെ പേപ്പർ ക്ലൂ വെക്കണമെങ്കിൽ പേപ്പർ മുകളിൽ. ഞാനിങ്ങനെ മണ്ടത്തിനെ വിളിച്ച് പറയായിരുന്നു. കുമട്ടിക്കൊണ്ട് വരാൻ ദൈവത്തെ ഓർത്ത്. ഒറ്റ മൈൻഡ്. ഇതെന്താ ഐസ്ക്രീമിന് തിയേറ്റർ ടർഫാണോ ഇത്? എടി ഞാൻ വന്നിട്ട് കുറെ നാളായി. സ്ഥലങ്ങൾ കണ്ടുപിടി. എന്റെ പേര് എന്റെ മേലാട ഇവർക്ക് ഇഷ്ടമില്ല. എല്ലാ ദിവസവും ഇവർ 10 തവണ ഉപയോഗിക്കും. ചിലപ്പോഴൊക്കെ 10-ൽ കൂടുതൽ. ആദ്യമൊക്കെ അബിൻ ആയിരുന്നു, ഇപ്പോൾ അനന്തുമാണ് ഇത്. എല്ലാ ദിവസവും ഇവർ 10 തവണ ഉപയോഗിക്കും. ചിലപ്പോഴൊക്കെ 10-ൽ കൂടുതൽ. ആദ്യമൊക്കെ അബിനായിരുന്നു. ടിഷ്യൂ ആണോ? മച്ചു തൊപ്പിയാണോ? മച്ചുവിന്റെ തൊപ്പി ഇപ്പൊ നിറയെ പ്രാവശ്യം യൂസ് ചെയ്യും. ഫ്രാൻസ് ടിക്കറ്റ് ഉണ്ട്. 16 മിനിറ്റ് ഫ്രാൻസ്. ഷവർമ. നീ എന്ന് പറഞ്ഞ ഷവർമ കൊള്ളാന്നൊക്കെ പറഞ്ഞ കിടന്ന ചെറിയ തിയേറ്റർ ഇവരൊക്കെയാണ് എനിക്കറിയാം കേട്ടാ. അവിടെ വരെ എത്തോ ഒരു 5 മിനിറ്റ് എന്തായാലും എടുക്കാം. 5 മിനിറ്റ് ഐസ്ക്രീം തീർത്തോണം. 10 തവണ ഉപയോഗിക്കും. സോനപ്പപ്പടി മച്ചു കഴിക്കുമോ? ഞങ്ങള് മുട്ടക്കട പോയാൽ ഞാൻ 4 മണി കഴിക്കുമായിരുന്നു. അടുത്ത സാധനം മേലും കഴിക്കും. മേലും കഴിക്കും. 10, 12, 15 കഴിക്കും. പൂവാർ ബീച്ച്. ബ്രദർ പീപ്പിൾസ്. ആൾക്കാർ കാണും നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത്. നമ്മൾ ഈ റോഡ് വഴി ഇങ്ങനെയാണ് കയറുന്നത്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ ഷോർട്സ് ഗ്യാങ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാരെങ്കിലും ഞങ്ങൾ ഷോർട്സ് ഗ്യാങ്. ഹബീബി ആനിയസ്റ്റല്ലേ കാറിന് പോയത്? നമ്മൾ ലേറ്റ് ആണ് ബ്രോ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച സ്ഥലം. നിറയെ ആൾക്കാർ. ഒരുപാട് ആൾക്കാർ. നിങ്ങൾ
നിങ്ങൾ 10 മുട്ട ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലൂ കിട്ടും. മാക്സിമം 5 minutes. ഇതൊക്കെ ബുദ്ധിമുട്ടാ, ഇതൊക്കെ നിങ്ങൾ നോക്കണ്ടേടാ. എല്ലാ ഫുഡും കഴിച്ചു തീർന്നാൽ തന്നെ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് ക്ലൂ. ഐസ്ക്രീം തിന്ന് വയറ് വീർത്ത്. സീരിയസ് ആയിട്ട് തിന്നാനാ? ഐസ്ക്രീം കഴിച്ച വയറ് വീർത്തായി. പത്തെണ്ണം പൊട്ടിക്കാൻ തന്നെ 10 മിനിറ്റ് ആവും. 1 നമ്പർ 2 നമ്മുടെ മത്സരം നടക്കുമ്പോൾ ചമ്മന്തിയും കൂട്ടി അടിച്ചോണ്ടിരിക്കും. മുട്ട കഴിക്കുന്ന ഈ ചമ്മന്തിക്ക് വേണ്ടിയാണ്. ചമ്മന്തി മാത്രം എടുത്ത് കഴിച്ചു. 3 ഒന്നേ ആവുള്ളൂ. ഇവ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നു. ഒരാള് തിന്ന് തീർത്താ മതിയാ? നോ വേ. പ്ലീസ് പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് അല്ലേ ഗൈസ്? ഒരാൾ രണ്ടുപേരും കഴിച്ചാൽ കുഴപ്പമുണ്ടെന്ന് ഞാൻ ഇതോട് തിന്നടി. ഗൈസ്, നിങ്ങൾക്ക് ആർക്കും വാശിയുണ്ടോ അനന്തച്ചനോട് മുട്ട എന്ന് ജയിക്കാൻ വേണ്ടിട്ട്? 2 മൂന്നാമത്തെ ഗൈസ്, മുട്ട തൊണ്ടയിലിരുന്ന ചത്തു, അതുകൊണ്ട് ജ്യൂസ്. You can. Come on. Nanna, clue. Guys, പേപ്പർ തന്നായിരുന്നു. ഫസ്റ്റ് കാറാ? Aldo. I don't know. Our first car. നോക്ക്, ഇത് കായലല്ലേ, വെള്ളത്തിൽ നിൽക്കുന്ന കാറാണ്. 75% അടച്ചിട്ട് ഓൾറെഡി 75% ഉണ്ട് കണ്ടു. ബീച്ചില്. അപ്പൊ ഈ ബീച്ചിലല്ലായിരുന്നു, നമ്മുടെ പൊടിയൊരു ബീച്ചിലായിരിക്കും. അപ്പൊ എന്താ എനിക്ക് അറിഞ്ഞൂടാ, ഇത് ബീച്ചല്ല കായല്. നമുക്ക് കാറിന്റെ സംഭവം ആലോചിച്ചു, പിന്നെ സ്ഥലം ആലോചിച്ചു. മാമയുടെ കാറാണോ? നമ്മുടെ ഫസ്റ്റ് കാർ, റെഡ് കളർ കാർ, മാമയുടെ കാർ. അവർ ഫസ്റ്റ് കാർ സ്മിത്തിന്റെ ജീപ്പ്. അത് മറ്റേ റിസോർട്ടാ. എനിക്കത് ഗോഗോലാൻഡ് ആവാൻ സാധ്യത തോന്നുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വാവയ്ക്ക് കാർ വാങ്ങിച്ചു കൊടുത്തു. അതാണ് എന്റെ അഭിപ്രായത്തിലുള്ള ഫസ്റ്റ് കാർ. പക്ഷെ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ, ഒരു ഐലൻഡ് പോലത്തെ സ്ഥലം. അത് എവിടെയായിരുന്നു? അശ്നേച്ചി മറ്റേ കാരക്കാട്ട്. റിസോർട്ടാ. നമ്മൾ വാവയ്ക്ക് ഗോഗോലാൻഡ് തന്നെ കൊടുത്തതിന് കാർ. ഇല്ല, ഗോഗോലാൻഡ് അല്ല, പിന്നെ കാരക്കാട്ട്. നിങ്ങൾ അന്ന് ഡിന്നറൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? കാരക്കാട്ട് മറ്റു ഡീലർ ഇടുക. ഞങ്ങളുടെ അടുത്ത് പൈസ ഒന്നും കൊടുക്കാൻ പറഞ്ഞില്ല. പൈസ കൊടു. ഞങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ആ 1 ലക്ഷം നിങ്ങൾക്ക് പ്രൈസ് എടുത്താൽ പാതി എനിക്കാണ്. കാരക്കാട്ട് എവിടെ ഇരിക്കുന്നു? കാരക്കാട്ട് പൂവാറ് ആണ്. അതിന്റെ ഈ സാധനം പൂവാറിന് ഉള്ളിലോട്ട് പോകുമ്പോ വലത്തോ ഇടത്തോ അതെനിക്കറിയില്ല. ഇത് നമ്മളെ ബോട്ടിൽ അങ്ങോട്ട് പോകണം, അവിടെയാണ് ബർത്ത്ഡേക്കാണ് നമുക്ക് ആ കാർ കിട്ടിയത്. നിങ്ങളെക്കാളും ബുദ്ധിയുള്ള ആരും വെച്ചാ വരി ഇവിടെ അഭിനയം വന്നാ അതിനെ കാര്യം എടുത്ത് ചാടി. എന്തോന്നു? അച്ഛാ മാപ്പ് നോക്കിയാ പോരെ കാരക്കാട്ട് എങ്ങോട്ടാണ്? നീന്താ അറിഞ്ഞൂടെങ്കിൽ ഞാൻ നീന്തിയെങ്കിൽ ബോട്ട പിടിക്കുന്നു. വിട്ട് തരുമാ. ഇടാ പോളോ, അവരെത്തിയടാ. ആരും എത്തിയിട്ടുണ്ടോ? അനീഷിന്റെ വണ്ടി എല്ലാരും എത്തിയ. ഞങ്ങൾ വരുന്ന വഴി ചായയൊക്കെ കുടിച്ചിട്ടൊന്നും. ഞങ്ങൾ വരുന്ന വഴി പോലീസ് സ്റ്റേഷനൊക്കെ കയറിയിട്ട് വന്നു.
ഞങ്ങളിപ്പോ ആരായി? എല്ലാ ടീം ഇതിന്റെ അകത്തേരുണ്ട്. ഇതെന്തൊരു കളി? ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഞാൻ പോട്ടെ. പെട്ടെന്ന് പറയാം, ഞാൻ എടുക്കട്ടെ. എന്റെ ടീംമേറ്റ് ഒന്നുമില്ല. വാടി 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 വാടി. എന്തോ ഒരു ഗെയിം ഞാൻ മണക്കുന്നു. എന്തോ ഒരു ഗെയിം മണക്കുന്നു, പല പല കളറിൽ. ഓ ഇതെന്ത് സാധനം? എല്ലാരും ഒരുമിച്ച് എത്തുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതാണ് ഒട്ടുമൈ. പാവം പിള്ളേര് നേരത്തെ എത്തി. എല്ലാരും ഒരുമിച്ച് ആർക്കും പറ്റത്തില്ല. സംഭവം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അവിടെ ഇരിക്കുന്ന പെട്ടികൾ കണ്ടല്ലോ. ഇപ്പുറത്ത് ഒരു വലിയ വൈറ്റ് കളർ സാധനം കണ്ടോ? ആ പെട്ടിയിൽ ഏതോ ഒരു പെട്ടിയുടെ അകത്താണ് പൈസ ഇരിക്കുന്നത്. അതെന്തിനു പറയാൻ വേണ്ടി? ആ പെട്ടി എല്ലാം പൂട്ടിയാനിട്ടിരിക്കുന്നത്. അതിന്റെ താക്കോല് അത് വാ കൊണ്ട് എടുക്കണം. താക്കോല് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ടീമിൽ നിന്ന് ഒരാൾ തന്നെ അറ്റ് എ ടൈം സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ലക്ക് അനുസരിച്ച് ആ ചാവി ആദ്യമേ കിട്ടുകയാണെങ്കിൽ ആദ്യം ഇപ്പൊ ഒരു ടീമിന് പോയി 2 പേർക്ക് പൈസ കിട്ടി. അപ്പൊ 2 പേര് ഷെയർ. എന്തോ പറ്റൂ നീ ഇങ്ങനെ പറഞ്ഞു? ചോദ്യത്തിന് ഉത്തരം പറയാൻ ചോദ്യമല്ലടാ, എല്ലാരും സംശയം വരത്തില്ലേ? ഞങ്ങളെ പൈസ ഞങ്ങൾക്ക്. ആദ്യമേ വന്നോണ്ട് ആദ്യം അവര് തുടങ്ങുന്നു. അത് ലോക്ക് ചെയ്യാത്തൊരു പെട്ടിയുണ്ട്, ആണെ പെട്ടെന്ന് എടുത്തു. Three, 2, 1, start. മാവേ ഇല്ല. ഒരു താക്കോല് കിട്ടി, വലിയ താക്കോല് ചെറിയ പൂട്ടി എങ്ങനെയാ തുറക്കോണ്ടി? ഇത് നീ പിച്ചായിട്ട് വെച്ചോ, എനിക്ക് ഞങ്ങള് നേരത്തെ എത്തിയതിന്റെ പ്രതിഫലമാണ് ഇത്. എന്തായാലും 1 ലക്ഷം രൂപ പോയി. അതുകൊണ്ട് വാവണ്ടല്ല, കൈ കൊണ്ട് നോക്കാം.
രണ്ട് താക്കോൽ കിട്ടി. എത്ര കിട്ടിയാലും തുറക്കാം, താക്കോൽ എടുത്താൽ മാത്രം മതി. നമുക്ക് അത്ര മതി, 2 എണ്ണം കിട്ടി എനിക്ക്. ഇതിന് 2 രൂപ 1 രൂപ അല്ലാതെ ഞാൻ ഇട്ടിട്ട് പോമേ. നീ ആരാ? അപ്പൊ നമ്മുടെ ട്രഷർ ഹണ്ട് അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ വുമൻസ് ഡേ. സത്യം പറഞ്ഞാൽ ഇവർക്ക് പൈസ കിട്ടിയില്ല. കാരണം ഇവർക്ക് പൈസ കിട്ടിയില്ല എനിക്കൊരു സങ്കടമില്ല. കാരണം ഇവർക്ക് പൈസ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഇവര് ജ്യേഷ്ഠന്മാരുടെ കയ്യിൽ തരും പൈസ. കഷ്ടപ്പെട്ട് പൈസ കിട്ടിയിട്ട് എല്ലാരും കൂടെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് വേണ്ടെന്ന്. അത് വേണ്ടെന്നല്ല, നിങ്ങൾ വേണ്ട. നിങ്ങൾ വേണ്ടെന്ന്. നിങ്ങളുടെ പൈസ കൊണ്ട് പോകുന്നത് ഞങ്ങൾക്ക് ട്രിപ്പില്ലേ, അതിന് നിങ്ങൾ വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര സീനായിട്ട് കിടക്കാണ്. അതുകൊണ്ട് നമുക്ക് ട്രഷർ ഹണ്ടിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യാണ്. നമുക്കിപ്പോ ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ ട്രിപ്പ് ഒന്നും നല്ലൊരു എന്താ ഒരു പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടും പറ്റുന്ന ഒരു തുക അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക. എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക. നമുക്ക് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി ഗൈസ്. ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി. അങ്ങനെയല്ല, ഈ 4 വർഷത്തിൽ നമുക്ക് 5 മില്യൺ ആകാൻ സഹായിച്ച നമ്മളെ തുടക്കം തൊട്ട് ഇപ്പോൾ 5 മില്യൺ വരെ എത്തിയിരിക്കുന്നു. ഇനി 10 മില്യൺ ആകുമ്പോഴും നിങ്ങളെല്ലാം കാണണം. അതുപോലെ എല്ലാ വർഷവും 1 മില്യൺ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. നീ സമാധാന പ്രാർത്ഥന. സെപ്റ്റംബറിൽ ചിരിയല്ലേ? സെപ്റ്റംബറിൽ സർപ്രൈസ് ഉണ്ട് ഗൈസ്. സ്പെഷ്യൽ സംഭവം ഉണ്ട്. കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ഇതുവരെ ചാനലിൽ വരാത്ത ഒരു മെയിൻ സംഭവങ്ങളാണെന്നാണ് എന്റെ വിശ്വാസം. ഇന്ന് നൈറ്റ് ഞാൻ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആനന്ദം அந்த கரடி முஞ்சனுக்கு